അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഭയങ്കര എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്. മറ്റേ നിങ്ങൾ സെറ്റ് കഴിഞ്ഞിട്ട് വളരെ സിമ്പിളായിട്ട് പഠിക്കേണ്ട ചാപ്റ്ററാണ്. ഇതിൻ്റെ അകത്ത് എല്ലാ കൊല്ലവും ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. കുറേ ചോദ്യങ്ങൾ ചോദിക്കും, പക്ഷേ എല്ലാം വളരെ സിമ്പിളാണ്. ഇങ്ങനെ ഓരോരോ മാർക്കിനായിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഒന്നേം തുടങ്ങാം, വളരെ സിമ്പിളായിട്ട് തുടങ്ങാം. ഒരു മാർക്കിനൊക്കെ ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ് ഇങ്ങനെ ക്രോസ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ. നമുക്കറിയാമല്ലോ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് A = 7, G = 7, 8, H = 5 to 4. ഫൈൻഡ് G cross H ആൻഡ് H cross G. എന്താണ് G = എന്താണ്? G = സെറ്റ് 7, 8. H = എന്താണ്? സെറ്റ് 5 to 4, 5, 2, 4. നമ്മളോട് ആദ്യം പറഞ്ഞു എന്തൊക്കെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? G cross H കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. എങ്ങനെയായിരുന്നു നമ്മൾ G cross H കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്? ഇവിടെ നോക്ക്, ജിയിൽ തുടങ്ങി എച്ചിലേക്ക് ഓരോ പേരുകൾ ഉണ്ടാക്കി എഴുതുക. 7, 5, 7, 2, 7, 4, 8, 5, 8, 2, 8, 4. ജിയിൽ തുടങ്ങണം, ആദ്യം ജി പറഞ്ഞിരിക്കുന്ന കാരണം. അപ്പം പറഞ്ഞു എന്തൊക്കെയാണ്? 7, 5, 7, 2, 7, 4. 7ൻ്റെ കഴിഞ്ഞു. അടുത്തത് 8 വെച്ച് 8, 5, 8, 2, 8, 4. G cross H കഴിഞ്ഞു. അടുത്ത് എന്താ കണ്ടുപിടിക്കേണ്ടത്? H cross G. ശ്രദ്ധിച്ച് തെറ്റിക്കരുത്. H cross G. H cross G എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് എങ്ങോട്ട് പറയണം? എച്ചിൽ നിന്ന് ജിയിലേക്ക് പറയണം. അപ്പോൾ 5, 7, 5, 8, 2, 7, 2, 8, 4, 7, 4, 8. അത്രേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു 5, 7, പിന്നെ എന്താ വരുന്നത്? 5, 8. അടുത്ത് എന്ത് വരും? 2, 7, പിന്നെ എന്ത് വരും ഇവിടെ? 2, 8. അടുത്ത് എന്ത് വരും? 4, 7, പിന്നെ എന്ത് വരും? 4, 8. ഇത്രേ ഉള്ളൂ. H cross Gയും G cross Hഉം. ഇനി എത്ര എലമെന്റുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ എങ്ങനെ പറയും? ഇപ്പോൾ G cross Hൽ എത്ര എലമെന്റുകൾ ഉണ്ടെന്ന് ചോദിക്കും. ഇവിടെ എത്ര ഉണ്ട്? 1, 2, 3, 4, 5, 6 ഉണ്ട്. അത് എളുപ്പത്തിൽ എങ്ങനെ കണ്ടുപിടിക്കാം? ജിയിൽ എത്ര എലമെന്റുകൾ ഉണ്ടെന്ന് നോക്കുക. എത്ര എലമെന്റുകൾ ഉണ്ട്? 2 ഇൻറ്റു എച്ചിൽ എത്ര എലമെന്റുകൾ ഉണ്ടെന്ന് നോക്കുക. 3. ആ 2 × 3 ചെയ്താൽ മതിടാ. അപ്പോൾ ആൻസർ എത്ര കിട്ടി നമുക്ക്? 6. അപ്പോൾ 6 ആയിരിക്കും ആൻസർ. കേട്ടോ, എളുപ്പമല്ലടാ. ഇത്രേ ഉള്ളൂ. അപ്പോൾ അതെ, ഈ ക്വസ്റ്റ്യൻ തന്നെ കുറച്ചുകൂടി ടഫായിട്ട് ചോദിക്കണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം. A = ഒരു സെറ്റ് ബിൽഡർ ഫോമിൽ തന്നിട്ടുണ്ട്. B എന്നും പറഞ്ഞ് ഒരു സെറ്റ് തന്നിട്ടുണ്ട്. ഫൈൻഡ് A cross B. അപ്പോൾ നോക്ക്, A എന്ന് പറയുന്ന സെറ്റ് നോക്കിയേ. സെറ്റ് X such that X is a prime number less than 6. നമ്മുടെ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയായിരുന്നു? 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്, പിന്നെ ഏതാണ്? 11 ഉണ്ട്, 13 ഉണ്ട്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമുക്ക് പ്രൈം നമ്പേഴ്സ് വേണം ലെസ് ദാൻ 6, 6ൽ കുറവായിട്ടുള്ള പ്രൈം നമ്പേഴ്സ്. അത് ഏതൊക്കെയാടാ? 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്. അപ്പോൾ A കിട്ടിയില്ലേ നമുക്ക്? ഇനി എന്തെഴുതണം? B എന്താണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. B എത്രയാണ്? B എത്രയാടാ? 5, 6. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് A cross B എഴുതാനാണ്. A cross B എഴുതാം. ആദ്യം A cross Bയിൽ എത്ര എലമെന്റുകൾ ഉണ്ടെന്നൊന്ന് പറഞ്ഞേക്കാം. Aയിൽ എത്ര എലമെന്റുകളുണ്ട്? 3 എണ്ണം. Bയിൽ എത്ര എലമെന്റുകളുണ്ട്? 2 എണ്ണം. അപ്പോൾ 3 × 2 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 6. ടോട്ടൽ 6 എലമെന്റ്സ് ഉണ്ടാവും. തുടങ്ങാം. A cross B ആണ്. അപ്പോൾ Aയിൽ നിന്ന് Bയിലേക്ക് പറയണം അല്ലേ? അപ്പോൾ 2, 5, 2, 6, 3, 5, 3, 6, 5, 5, 5, 6. അത്രേ ഉള്ളൂ. എഴുതാം. എന്താണ്? 2, 5, 2, 6. അടുത്തത് 3, 5, 3, 6. അടുത്തത് എന്താടാ? 5, 5, 5, 6. ഇത്രേ ഉള്ളൂ. എളുപ്പമല്ലേ? സിമ്പിൾ അല്ലേടാ? ഇത്രേ ഉള്ളൂടാ. കേട്ടല്ലോ. അപ്പോൾ ക്രോസ് പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാകാം വളരെ സിമ്പിളായിട്ട്. അടുത്ത് നോക്കിയേ. അടുത്തത് ഇങ്ങനെ 2 ഓർഡേർഡ് പെയറുകൾ ഈക്വൽ ആക്കി തരും. എന്നിട്ട് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ 2 ഓർഡേർഡ് പെയറുകൾ ഈക്വൽ ആണെങ്കിൽ x, y = 2, 3 ആണെങ്കിൽ x, y = 2, 3 ആണെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് എലമെന്റ് ഇതായിരിക്കും, ഇതിൻ്റെ സെക്കൻഡ് എലമെന്റുകളും ഈക്വൽ ആയിരിക്കും. രണ്ടും ഈക്വൽ ആണെങ്കിൽ ഫസ്റ്റ് എലമെന്റ് കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആയിരിക്കും, സെക്കൻഡ് എലമെന്റുകളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം? x = 2 എന്നും പറയാം, y = 3 എന്നും പറയാം. അതുപോലെ തന്നെ ഇവിടുത്തെ എടുത്തുള്ള നമ്മുടെ ഓർഡേർഡ് പെയറുകൾ എന്തൊക്കെയാണ്? x/2 + 1, അടുത്ത എന്താടാ? y - 1/3 ഈക്വേറ്റ് ചെയ്തിരിക്കുന്നത് എത്രയാണ്? 5/2, 8/3. ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് എലമെന്റുകൾ ഈക്വൽ ആയിരിക്കും. ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റുകൾ ഏതൊക്കെയാണ്? x/2 + 1 = എന്താടാ? 5/2. എങ്ങനെ കണ്ടുപിടിക്കും?
ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് ഇക്വേറ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ബൈ വന്നിട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. 1 ഇൻറ്റു എക്സ് പ്ലസ് 2 ഇൻറ്റു 1 2 ബൈ 2 ഇൻറ്റു 1 2 ഈക്വൽ ടു അപ്പുറത്ത് എന്താ, അപ്പുറത്തൊരു 5/2. അപ്പോൾ നോക്ക് എന്ത് ചെയ്യുക, ഞാൻ ഈ 2 ആദ്യം അപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ എക്സ് പ്ലസ് 2 ഈക്വൽ ടു, എടാ ഈ 2 ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്, അപ്പുറത്ത് കൊണ്ടുപോകുന്ന എന്ത് ചെയ്യണം, ഇൻറ്റു ചെയ്യണം. അപ്പോൾ നോക്ക് ഈ 2ഉം 2ഉം കൂടി ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ആൻസർ നോക്കിയേ, എക്സ് പ്ലസ് 2 ഈക്വൽ ടു 5. അപ്പോൾ എക്സ് ഈക്വൽ ടു എത്ര വന്നടാ, എക്സ് ഈക്വൽ ടു ഈ 2 അപ്പുറത്തേക്ക് പോകുമ്പോൾ 2 ഇവിടെ പ്ലസ് ആണ്, അപ്പുറത്ത് വന്ന് എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. 5 മൈനസ് 2 ആൻസർ എത്ര കിട്ടി, 3. അപ്പോൾ എക്സ് ഈക്വൽ ടു എത്ര കിട്ടിയടാ, 3 കിട്ടിയില്ലേ? ക്ലിയർ അല്ലേ? ഇനി അടുത്ത ചെയ്യാം. അടുത്ത എന്ത് ചെയ്യാം, അടുത്ത രണ്ടാമത്തെ എലമെൻറ്റുകൾ ഇക്വേറ്റ് ചെയ്യാം. ഏതാടാ, y മൈനസ് 1/3 ഈക്വൽ ടു ഇപ്പുറത്തെ രണ്ടാമത്തെ എലമെൻറ്റ് ഏതാണ്, 8/3. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. 3 ഇൻറ്റു y 3y മൈനസ് 1/3 ഈക്വൽ ടു 8/3. ഈ 3 ആദ്യം അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ 3y മൈനസ് 1 ഈക്വൽ ടു 8/3 ഇൻറ്റു 3 ആവും. ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്, അപ്പുറത്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ 3y മൈനസ് 1 ഈക്വൽ ടു ഈ 3യും ക്യാൻസൽ ചെയ്ത് കളയാം, 8. അപ്പോൾ നമുക്ക് ഇവിടുന്ന് 3y കണ്ടുപിടിക്കാം. 3y ഈക്വൽ ടു 8 ഇവിടേണ്ട ഈ -1 അപ്പുറത്തേക്ക് വരുമ്പോൾ +1 ആവും. അപ്പോൾ ആൻസർ എന്താടാ, 3y ഈക്വൽ ടു 8 + 1 എത്രയാണ്, 9. y കണ്ടുപിടിക്കാം. y ഈക്വൽ ടു 9/3 ആൻസർ അപ്പോൾ എന്ത് കിട്ടും, 3. ഇത്രേ ഉള്ളൂ, എളുപ്പമല്ലേ? അപ്പോൾ എക്സും കിട്ടി, വൈയും കിട്ടി. ഇത്രേ ഉള്ളൂ ചെയ്യാൻ, കേട്ടല്ലോ? അപ്പോൾ ഇങ്ങനെ 2 ഓർഡേർഡ് പേരുകൾ തന്നിട്ട് എക്സിൻ്റെയോ വൈയുടെയോ എയുടെയോ ബിയുടെയോ ഒക്കെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്തോളൂ, കേട്ടല്ലോ? അടുത്തത് ഇങ്ങനെ ട്രിപ്പിൾ ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ ചോദിക്കും. സിമ്പിൾ. എന്താണ്, നമുക്ക് എ എന്ന് പറഞ്ഞൊരു സെറ്റ് തന്നിട്ടുണ്ട്. എ എത്രയാടാ, -1 1. നമ്മളോട് എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്, എ ക്രോസ് എ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് എ ക്രോസ് എ കണ്ടുപിടിക്കാൻ അറിയില്ല, പകരം ആദ്യം എന്ത് കണ്ടുപിടിക്കാം, ഈ എ ക്രോസ് എ കണ്ടുപിടിക്കാൻ അറിയാമല്ല, എ ക്രോസ് എ കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഏതാണ്, എ ക്രോസ് എ ആണ്. എ ക്രോസ് എ എങ്ങനെ കണ്ടുപിടിക്കും, എ എന്ന് പറയുന്ന സെറ്റ് എടുക്കുക, അതിനെ എന്തായിട്ട് തന്നെ ക്രോസ് ചെയ്യുക, എ ആയിട്ട് തന്നെ ക്രോസ് ചെയ്യുക. അപ്പോൾ നോക്കിക്കോ എങ്ങനെയാണ്, ഈ -1 കൊണ്ട് ഇതിനെ രണ്ടിനെയും പേറാക്കുക, 1 കൊണ്ട് ഇതിനെ രണ്ടിനെയും പേറാക്കുക. ഇതിൽ രണ്ടിലും 2 എലമെൻറ്റുകളാണ്. അപ്പോൾ നമുക്ക് ഉത്തരത്തിൽ എത്ര വരും, 4 എലമെൻറ്റുകൾ വരും. -1 കൊണ്ട് ആദ്യം -1, അപ്പോൾ -1 കൊണ്ട് 1 -1 അടുത്തത് എന്താടാ, 1 കൊണ്ട് -1നെ പേറാക്കി, അടുത്തത് 1 കൊണ്ട് 1നെ പേറാക്കി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയടാ, എ ക്രോസ് എ കിട്ടി, കേട്ടല്ലോ? ഇനി നമുക്ക് എന്താ വേണ്ടത്, ഇനി ശ്രദ്ധിക്കണം, നമുക്ക് എ ക്രോസ് എ വേണം. ഈ എ ക്രോസ് എ കിട്ടാൻ വേണ്ടി ഈ എ ക്രോസ് എനെ വീണ്ടും ഒരു എ കൊണ്ട് ക്രോസ് ചെയ്താൽ പോരെടാ. അപ്പോൾ നോക്കിയേ, നമ്മുടെ എ ക്രോസ് എ എന്താണ്, ഈ കിടക്കുന്ന സാധനം -1 പിന്നെ എന്തുണ്ട്, -1 1, പിന്നെ എന്തുണ്ട് 1 -1, പിന്നെ എന്തുണ്ട് 1 1. ഇപ്പം ഇതാണെന്ത്, എ ക്രോസ് എ. ഇതിനെ വീണ്ടും ഒരു എ കൊണ്ട് ക്രോസ് ചെയ്താൽ പോരെ. എ എന്ന് പറഞ്ഞാൽ എന്താടാ, -1 1. അപ്പോൾ എങ്ങനെ വരും, ഈ ഓരോ എലമെൻറ്റുകളും ഈ 2 എലമെൻറ്റുകളായിട്ട് ക്രോസ് ചെയ്യണം. അപ്പോൾ ശ്രദ്ധിച്ചോ, ആദ്യത്തെ എലമെൻ്റ് എടുത്തു, അതിനെ ഇതുമായിട്ട് ക്രോസ് ചെയ്യാം. അപ്പോൾ എങ്ങനെ വരും പറ, ഈ -1 ഇതുമായിട്ട് ചെയ്യണം, -1 സെക്കൻഡ് എലമെൻ്റ് ആയിട്ട് ചെയ്യണം. അപ്പോൾ ശ്രദ്ധിക്കണം ഒരു കാര്യം, ഈ -1 ആരുമായിട്ട് ചെയ്യണം, ആദ്യം ഈ -1 ചെയ്യണം. അപ്പോൾ ഇവർ മൊത്തം എത്ര പേരായടാ, 3 പേരായി കേട്ടാ. ഈ 3 പേരെ ബ്രാക്കറ്റിൽ കയറ്റിക്കോളും. അപ്പോൾ ഇത് പെയറല്ല, ട്രിപ്ലറ്റ് ആവും. വെറുതെ പറഞ്ഞെന്ന് മാത്രം, പേര് പഠിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ -1 അടുത്ത് ഈ 1 ചെയ്യുമ്പോൾ എത്രയാണ്, -1 1. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ എടുക്കുക, -1 1 ഇയാളുമായിട്ട്, എന്താണ് -1 1 ഇത് ഇയാളുമായിട്ട് എടുക്കുമ്പോൾ -1, അടുത്ത -1 1 ഇവനുമായിട്ട് എടുക്കുമ്പോൾ -1 1 വീണ്ടും ഒരു 1, ഇയാളുടെ കഴിഞ്ഞു. ഇനി ഇവൻ്റെത് 1 -1 ആദ്യം -1 1 -1 ആദ്യം -1. ഇനി ഇവൻ രണ്ടാമത്തെ ആള് എന്താണ്, 1 -1 വീണ്ടും 1. ഇനി അടുത്ത എത്രയാണ്, ഇതേ ലാസ്റ്റ് ഇവൻ ഏതൊക്കെയാണ്, 1 1 ആദ്യം ആരാണ്, -1, അടുത്ത 1 1 പിന്നെ ആരാണ്, 1. കേട്ടല്ലോ, ഇത്രയും
പേരാണ് ട്രിപ്പിൾ ക്രോസ് പ്രൊഡക്റ്റിൽ വരുന്നത്. എല്ലാവരെയും കൂടി ഇൻഡ്യൂ ചെയ്ത് അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. ഇത് മിക്കപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇങ്ങനെ ട്രിപ്പിൾ ക്രോസ് പ്രൊഡക്റ്റ്. അടുത്തതിലേക്ക് പോവാം. സിമ്പിൾ പരിപാടി ശ്രദ്ധിച്ചോ, വളരെ ഇമ്പോർട്ടൻറ്റ്. ഇത് നോക്കിയോ, നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിയടാ, ഒരു റിലേഷൻ എയിൽ നിന്ന് ബിയിലേക്കാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അവിടെ നമ്മൾ നോക്കുന്നത് ഈ റിലേഷൻ എന്ന് പറയുന്നത് എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആയിരിക്കും. ഈ സബ്സെറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2n ആണ്. 2 മേളിൽ ടോട്ടൽ എത്ര നമ്പർ ഉണ്ടോ അത്രയും. അപ്പം നമുക്ക് വേണ്ടത് എ ക്രോസ് ബിയുടെ സബ്സെറ്റ് അല്ലേ. അപ്പോൾ ആദ്യം എ ക്രോസ് ബിയിൽ എത്ര എലമെൻറ്റുകൾ ഉണ്ടെന്ന് അറിയണം. എയിൽ മൊത്തം 2 എലമെൻറ്റ്, ബിയിൽ മൊത്തം 3 എലമെൻറ്റ്. അപ്പോൾ എ ക്രോസ് ബിയിൽ എത്ര എലമെൻ്റ് ഉണ്ട്? 6 എലമെൻറ്റ്. അപ്പോൾ എ ക്രോസ് ബിയുടെ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ 2 ഈ 6 എടുത്താൽ പോരെ. 2 എത്രയാണ്? 2 എത്രയാണ്? 64. അപ്പോൾ ആൻസർ എത്രയാണ്? 64 ആയിരിക്കും. അപ്പോൾ നമ്പർ ഓഫ് റിലേഷൻ ഫ്രം എ ടു ബി അല്ലെങ്കിൽ P2Q ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 2 എവിടുന്ന് എങ്ങോട്ടാണോ അതിൻ്റെ എത്ര എലമെൻറ്റുകളുണ്ടോ അതെടുത്ത് മേളിൽ എഴുതി വെച്ചാൽ മതി. 2 എ ക്രോസ് ബി. കേട്ടല്ലോ, എ ക്രോസ് ബി അല്ലേ എ ക്രോസ് ബിയുടെ എലമെൻറ്റ് കേട്ടല്ലോ, എത്ര എണ്ണം ഉണ്ടെന്ന്. N ഓഫ് എ ക്രോസ് ബി എന്നൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇത് നോക്കിയോ, ഒരു റിലേഷൻ തന്നിട്ടുണ്ട്. ആ റിലേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിയോ, ആ റിലേഷൻ എഴുതാം. ആദ്യം നമുക്കൊരു സിമ്പിൾ റിലേഷൻ എഴുതാം. ഒരു സിമ്പിൾ റിലേഷൻ ശ്രദ്ധിച്ചോ. എന്താണ്? എ ഈക്വൽ ടു 1 2 3 4 5 6. ശ്രദ്ധിച്ചേടാ, എ ഈക്വൽ ടു എത്രയാണ്? 1 2 3 4 5 6 കേട്ടല്ലോ. ഇനി എ റിലേഷൻ ഈസ് ഡിഫൈൻഡ് ഫ്രം എ ടു എ. റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എവിടുന്ന് എങ്ങോട്ട് തന്നെയാണ്? എയിൽ നിന്ന് എയിലേക്ക് തന്നെയാണ്. ഓക്കെ, ബൈ ദ റിലേഷൻ ഈക്വൽ ടു ഈ സാധനം നോക്കിക്കോടാ, x, y സച്ച് ദാറ്റ് y ഈക്വൽ ടു x+1 എന്ന് പറഞ്ഞാൽ y എന്ന് പറയുന്ന ഓർഡേർഡ് പെയറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അവിടെ y എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിനേക്കാളും 1 കൂടുതലാണ്. അതായത് x 5 എടുത്താൽ y എത്ര വരുവാടാ? 5നേക്കാളും 1 കൂട്ടി 6 എടുക്കണം. x 10 എടുത്താൽ y എത്ര വരുവാടാ? 10നേക്കാളും 1 കൂട്ടി 11 എടുക്കണം. x 20 എടുത്താൽ y എന്ന് പറയുന്നത് എക്സിനേക്കാളും 1 കൂട്ടി 21 എഴുതണം. x 55 എടുത്താൽ y എത്രയാണ്? 56. ഇതല്ലേ അവരുടെ റിലേഷൻ, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധം ഇതല്ലേ. അപ്പോൾ ഇത് നമുക്ക് ഈ എ എന്ന് പറയുന്ന സെറ്റിൽ വേണം തിരഞ്ഞെടുക്കാൻ. അപ്പോൾ ആ റിലേഷൻ ഞാൻ എഴുതാൻ പോവുകയാണ്. നോക്കിയോ, ഞാൻ x ആയിട്ട് 1 എടുത്തു. അപ്പോൾ y എത്ര വരും? എക്സിനേക്കാളും 1 കൂടുതൽ 2. ഞാൻ x ആയിട്ട് 2 എടുത്തു. അപ്പോൾ y എത്ര വരും? 2നേക്കാളും 1 കൂടുതൽ 3. ഞാൻ x ആയിട്ട് 3 എടുത്തു. അപ്പോൾ y എത്ര വരും? 4. ഞാൻ x ആയിട്ട് 4 എടുത്തു. അപ്പോൾ y എത്ര വരും? 5. ഞാൻ x ആയിട്ട് 5 എടുത്തു. y എത്ര വരും? 6. ഞാൻ x ആയിട്ട് 6 എടുത്താൽ, ശ്രദ്ധിച്ചേ, ഞാൻ x ആയിട്ട് 6 എടുത്താൽ y എത്രയായി പോവും? 7. ആ 7 ഇതിൻ്റെ അകത്ത് ഉണ്ടാ? ഇല്ല. അപ്പോൾ അത് എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് നിർത്താം. അപ്പോൾ ഇതാണ് നമ്മളുടെ റിലേഷൻ. കേട്ടല്ലോ, റിലേഷൻ. പക്ഷേ നമ്മളുടെ ക്വസ്റ്റ്യൻ നോക്കിയേ, ഡെപിക്ട് ദ റിലേഷൻ യൂസിങ് ആരോ ഡയഗ്രാം. ആരോ ഡയഗ്രത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെന്ത് ഫോമാണ്? ഇത് റോസ്റ്റർ ഫോം. ഇത് ആരോ ഡയഗ്രത്തിൽ എഴുതുന്നത് എങ്ങനെയാണ്? വളരെ സിമ്പിളാണ്. ഇത് നോക്കിയോടാ, 1 2 ബോളുകൾ വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? എയിൽ നിന്നും എയിലേക്കാണ് നമ്മൾ റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത്. കേട്ടല്ലോ. അപ്പോൾ എ എന്ന് പറയുന്നത് എയിൽ വരുന്ന എല്ലാ എലമെൻറ്റുകളും എഴുതിക്കൊള്ളണം. കേട്ടല്ലോ, 1 2 3 4 5 6. ഇവിടെയും എയിൽ വരുന്ന എല്ലാ എലമെൻറ്റുകളും എഴുതിക്കൊള്ളണം. ഇനി ഇവിടെ പറഞ്ഞിട്ടുള്ള റിലേഷനുകൾ കണക്ട് ചെയ്ത് കൊടുക്കുക. 1ഉം 2ഉം തമ്മിലാണ് റിലേഷൻ, 2ഉം 3ഉം തമ്മിലാണ് റിലേഷൻ, 3ഉം 4ഉം തമ്മിലാണ് റിലേഷൻ, 4ഉം 5ഉം തമ്മിലാണ് റിലേഷൻ, 5ഉം 6ഉം തമ്മിലാണ് റിലേഷൻ. ഇത്രേ ഉള്ളൂ. ഇതാണെന്ത്? ആരോ ഡയഗ്രാം. ഇതെന്തായിരുന്നു? റോസ്റ്റർ ഫോം. ഇതിൽ ഏതെങ്കിലും വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. നിങ്ങൾക്ക് എളുപ്പം ഏതാണോ അതങ്ങോട്ട് പഠിച്ചോളാം. ഇനി അടുത്ത അവർ ചോദിച്ചിട്ടുണ്ട്, റൈറ്റ് ദ ഡൊമൈൻ ഓഫ് ആർ. നമുക്ക് 3 എഴുതാം. ഡൊമൈൻ എഴുതാം, റേഞ്ച് എഴുതാം, കോഡൊമൈൻ എഴുതാം. ഡൊമൈൻ എങ്ങനെ എഴുതുന്നത്? സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഡൊമൈൻ എങ്ങനെ എഴുതുന്നത്? നമ്മൾ ഈ സെറ്റ് റോസ്റ്റർ ഫോം നോക്കിയാണ് പറയുന്നതെങ്കിൽ ഡൊമൈൻ ഫസ്റ്റ് എലമെൻറ്റുകളുടെ സെറ്റാണ്. 1 2 3 4 5. അല്ല എങ്കിൽ ഈ ഫസ്റ്റ് സെറ്റിൽ അല്ലെങ്കിൽ ഈ ഫസ്റ്റ് റൗണ്ടിൽ റിലേഷൻ വര പോയിരിക്കുന്നവരാരൊക്കെയാണോ അവരാണ് ഡൊമൈൻ. അല്ലെങ്കിൽ ഇവിടെ ഫസ്റ്റ് എലമെൻറ്റുകളുടെ സെറ്റ് അതാരൊക്കെയാടാ? 1 2 3
4 5 അവരെ പിടിച്ചൊരു സെറ്റിലേക്ക് ഇട്ടേക്കണം. ഇനി ഇവർ ചിലപ്പോൾ റേഞ്ച് ചോദിക്കും. ഇവിടെ ചോദിച്ചിട്ടില്ല, പക്ഷേ നമ്മളത് പറയുവാണ്. റേഞ്ച് ചോദിക്കും. റേഞ്ച് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് എലമെൻറ്റുകളുടെ സെറ്റാണ്. 2 3 4 5 6. അല്ലെങ്കിൽ രണ്ടാമത്തെ സെറ്റിൽ റിലേഷനിലുള്ളവർ, അതായത് കുത്തുകൊള്ളുന്നവർ ആരൊക്കെയാണോ 2 3 4 5 6, അപ്പോൾ അവരാണെന്ത് റേഞ്ച്. അപ്പോൾ 2 3 4 5 6. എടാ ഒരു സാധനം കൂടി ചോദിക്കും, എന്താണ് കോഡൊമൈൻ. എന്താണ് കോഡൊമൈൻ എങ്ങനെ എഴുതും? സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. റിലേഷൻ എവിടെ നിന്ന് എങ്ങോട്ടാണോ ഡിഫൈൻ ചെയ്യുന്നത് ആ രണ്ടാമത്തെ സെറ്റ് കംപ്ലീറ്റ് ആണ് കോഡൊമൈൻ. അപ്പോൾ രണ്ടാമത്തെ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം അല്ലേ, എ എന്ന് പറയുന്ന സെറ്റ് മൊത്തം, അതായത് 1 2 3 4 5 6 എന്ന് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ എ എന്ന് മാത്രം കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്തോളൂ. കേട്ടല്ലോ. അപ്പോൾ ഡൊമൈനും കോഡൊമൈനും റേഞ്ചും എഴുതാൻ ഉറപ്പായിട്ട് ചോദ്യം ഉണ്ടാകും. കേട്ടല്ലോ. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ട് ചെയ്യാം. എ റിലേഷൻ ഈസ് ഡിഫൈൻഡ് ഓൺ എ ഈക്വൽ ടു ഏതിലാണ് 1 2 3 4 5 6 7 8 ഇതിലല്ലേ. ഇനി എന്താണ് റിലേഷൻ ഈസ് ഡിഫൈൻഡ് ഫ്രം എ ടു എ. റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എവിടെ നിന്നാണ്? എയിൽ നിന്നും എയിലേക്ക് തന്നെയാണ്. ഇനി ക്വസ്റ്റ്യൻ നോക്കിയേ, റിലേഷൻ നോക്കിയടാ. എ റിലേഷൻ ഈക്വൽ ടു ഓർഡേർഡ് വെയർ x, y സച്ച് ദാറ്റ് 2x - y = 0. ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഈ 2x - y = 0 എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും. അപ്പോൾ അതിനെ നമ്മളൊന്ന് മാറ്റി എഴുതും. അതെങ്ങനെയാണെന്ന് അറിയാം. അത് ഇവിടെ നോക്കൂ, 2x - y = 0. ഈ -y ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്. ഇപ്പോൾ 2x = 0 + y. അപ്പോൾ 2x = y എന്ന് എഴുതി. ഇനി ഞാനൊന്ന് തിരിച്ചെഴുതുവാണ്, ഒന്ന് നീറ്റാക്കി. അപ്പോൾ y = എന്ത് കിട്ടിയടാ? 2x. നമ്മൾ നേരത്തെ ചെയ്തതിൽ y = x+1 ആണ്. y x-നേക്കാളും 1 കൂടുതൽ. ഇവിടെ y 2x എന്ന് പറഞ്ഞാൽ y എന്ന് പറയുന്നത് x-നെ 2 കൊണ്ട് ഗുണിക്കുന്നത്, അല്ലെങ്കിൽ x-ന്റെ 2 ഇരട്ടിയാണ്. അതായത് x 2 എടുത്താൽ y എത്രയായിരിക്കും? x-ന്റെ 2 ഇരട്ടി 4 ആയിരിക്കും. x 5 എടുത്താൽ y എത്രയായിരിക്കും? 10 ആയിരിക്കും. x 20 എടുത്താൽ y എത്രയായിരിക്കും? 40 ആയിരിക്കും. x 3 എടുത്താൽ y എത്രയായിരിക്കും? ഇതിൻ്റെ ഇരട്ടി 6 ആയിരിക്കും. ഇതാണ് കണക്ഷൻ. അപ്പോൾ ഇത് ഈ എയിൽ നിന്ന് എടുത്തെഴുതണം, അത്രേ ഉള്ളൂ. r = പറഞ്ഞോ, ഞാൻ x 1 എടുത്തു, y എത്ര വരും? 1 × 2 2 ആയിരിക്കും. ഞാൻ x 2 എടുത്തു, y എത്ര വരും? 2 × 3 2 × 3 4. ഞാൻ x 3 എടുത്തു, y എത്ര വരും? 3 × 2 6. ഞാൻ x 4 എടുത്തു, y എത്ര വരും? 4 × 2 8. എടാ ഞാൻ x 5 എടുത്താൽ y എത്രയായി പോവും? 10 ആയി പോവും. അതിവിടെ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇത്രയല്ലേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. 1 2 2 4 3 6 4 8 എഴുതി. ഏത് ഫോമിൽ എഴുതണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതി. ഇനി ആരോ ഡയഗ്രത്തിൽ എഴുതാൻ പറഞ്ഞാൽ ആരോ ഡയഗ്രത്തിൽ എഴുതിക്കോളൂ. ഇനി അവർ പറഞ്ഞിരിക്കുന്ന ഡൊമൈനും കോഡൊമൈനും റേഞ്ചൊക്കെ എഴുതാൻ പറഞ്ഞിരിക്കുക. അപ്പോൾ നമ്മൾ എഴുതാൻ പോവുകയാണെ. ഡൊമൈൻ എങ്ങനെ എഴുതണമെന്നാണ് പറഞ്ഞത്? ഡൊമൈൻ നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് എലമെൻറ്റുകളുടെ സെറ്റ് 1 2 3 4 1 2 3 4. റേഞ്ച് എങ്ങനെ എഴുതണമെന്നാണ് പറഞ്ഞത്? വളരെ സിമ്പിൾ. എന്താടാ? സെക്കൻഡ് എലമെൻറ്റുകളുടെ സെറ്റ് 2 4 6 8 2 4 6 8. അടുത്തത് എന്താടാ? കോഡൊമൈൻ എങ്ങനെ എഴുതും? അതായത് ഈ സെറ്റ്, രണ്ടാമത്തെ സെറ്റ് കംപ്ലീറ്റ്. രണ്ടാമത്തെ സെറ്റ് എന്ന് പറഞ്ഞാൽ എ അല്ലേ. ഒന്നെങ്കിൽ 1 2 3 4 5 6 7 8 എന്ന് എഴുതാം, അല്ലെങ്കിൽ എ എന്ന് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കാം. കേട്ടല്ലോ, നിങ്ങളുടെ ഇഷ്ടം. ക്ലിയർ അല്ലേ? എടാ പിന്നെ ഒരു ചോദ്യം ഇങ്ങനെ വരുവാടാ. അതായത് നമ്മളോട് മറ്റേ ഇൻ്റർവെല്ലിനെ റോസ്റ്റർ ഫോമിലേക്കും ഇൻ്റർവെൽ ഫോമിലേക്കും മാറ്റി എഴുതാൻ ചോദിക്കും. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ആ ഓപ്ഷൻ എടുത്ത് കളഞ്ഞു. ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു, ഈ എഴുതിയിരിക്കുന്ന ഈ സാധനത്തിനെ ഇൻ്റർവെൽ ഫോമിലേക്ക് മാറ്റണം. എങ്ങനെയായിരുന്നു? എടാ സിമ്പിൾ പരിപാടി. വേണമെങ്കിൽ ഞാൻ ആദ്യത്തെ ഒരു 5 എഴുതി കാണിച്ചു തരാം. 5 6 ഇത് രണ്ടും ക്ലോസ്ഡ് ഇൻ്റർവെല്ലാണ്. ഇതിനെ എനിക്ക് എങ്ങനെ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് മാറ്റാം? ഒന്നുമില്ല. ഇവിടെ ശ്രദ്ധിച്ചോ, എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് ആർ. എക്സ് ആറിലെ എലമെൻ്റ് ആണ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നോക്കി, എക്സ് എലമെൻറ്റ് ഓഫ് ആറ് പറഞ്ഞിരിക്കണം. ഇനി നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന 2 നമ്പറുകളും എഴുതണം. 5ഉം 6ഉം അല്ലേ പറഞ്ഞിരിക്കുന്നത്, 5ഉം 6ഉം ആണ്. അപ്പോൾ 5ൻ്റെയും 6ൻ്റെയും ഇടയിലാണ് എക്സ് വരുന്നത്. അപ്പോൾ 5 > x < 6 എന്ന് എഴുതുക. എന്നിട്ട് ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണ് വരുന്നതെങ്കിൽ അവിടെ 2 എവിടെയൊക്കെയാണോ ക്ലോസ്ഡ് വരുന്നത് അവിടെയൊക്കെ ഈക്വൽ ടു കൊടുക്കണം.
ഓപ്പൺ ആണ് വരുന്നതെങ്കിൽ അവിടെ എന്താണ് ഈക്വൽ ടു വേണ്ട. ശ്രദ്ധിച്ചോളാം. ഇവിടെ നോക്കൂ 7 9. ഞാൻ ഇവിടെ ഓപ്പണും ഇവിടെ ക്ലോസ്ഡും കൊടുത്തു. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു എങ്ങനെ എഴുതൂടാ, എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് ആർ എന്ത് വരും 7 9 അല്ലേ. അപ്പോൾ 7 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 9 ഇത് ഇതുപോലെ തന്നെ എഴുതുക. ഓപ്പൺ ആണെങ്കിൽ അവിടെ ഈക്വൽ ടു വേണ്ട, ക്ലോസ്ഡ് ആണെങ്കിൽ അവിടെ ഈക്വൽ ടു ഇട്ടേക്കണം. ഇത്ര ഉള്ള. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ നോക്കൂ എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് ആർ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 10. ഇതിനെ എങ്ങനെ നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് മാറ്റും? ഇതേ നോക്കൂ 2ഉം 10ഉം ആണ് പറഞ്ഞിരിക്കുന്നത്. 2ന് ഈക്വൽ ടു ഉണ്ട്, ഈക്വൽ ടു ഉണ്ടെങ്കിൽ അവിടെ എന്ത് കൊടുക്കണം, ക്ലോസ്ഡ്. ഈക്വൽ ടു ഇല്ലെങ്കിൽ എന്ത് കൊടുക്കണം, ഓപ്പൺ. ഇത്രേ ഉള്ളൂ. എടാ അപ്പോൾ ഇത് പറഞ്ഞിടതേ വളരെ എളുപ്പം. -4 മുതൽ 5 വരെയാണ് പറഞ്ഞിട്ടുള്ളത്. 5ന് ക്ലോസ്, 5ന് എന്താണ് ഈക്വൽ ടു ഉണ്ട്, ഈക്വൽ ടു ഉണ്ടെങ്കിൽ എന്താടാ ക്ലോസ്ഡ്. 4ന് ഈക്വൽ ടു ഇല്ല, അവിടെ ഓപ്പൺ. ഇത്രേ ഉള്ളൂ. മാർക്ക് കിട്ടിയില്ലേ? എളുപ്പമല്ലടാ മക്കളെ, ഇത്രേ ഉള്ളൂ. ഇനി എന്താന്ന് നോക്കിയേ, അടുത്തയിലേക്ക് പോവാം. അടുത്ത നമ്മൾ ചെയ്തു കഴിഞ്ഞാണ് ദേ ഒരു റിലേഷൻ തന്നിട്ട് അത് ഫങ്ഷൻ ആണോ എന്ന് ചോദിക്കും. ഒരു റിലേഷൻ തന്നിട്ട് അത് ഫങ്ഷൻ ആണോ എന്ന് ചോദിക്കും. എന്ത് ചെയ്യും? ദേ ഒരു റിലേഷൻ തന്നിട്ടുണ്ട്, ഏതാണ്, ഒരു ഫങ്ഷൻ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ചെക്ക് വെദർ സ്റ്റേറ്റ് ദ റീസൺ, സ്റ്റേറ്റ് വിത്ത് ദ റീസൺ വെദർ എഫ് ഈസ് എ റിലേഷൻ ഓർ എ ഫങ്ഷൻ. ഈ എഴുതിയിരിക്കുന്ന എഫ് എന്ന് പറയുന്ന സാധനം ഫങ്ഷൻ ആണോ റിലേഷൻ ആണോ എന്ന് പറയണം. ആ ഫങ്ഷൻ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ എഫ് പറഞ്ഞിരിക്കുന്നത് എന്താണ്, 1 5 2 9 3 1 4 5 2 1. ഇനി അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എവിടെ നിന്നാടാ? ആ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എവിടെ നിന്നാണ്? എയിൽ നിന്ന് ബിയിലേക്കാണ്. എ എന്ന് പറയുന്ന സെറ്റ് ഏതാണ്? 1 2 3 4. ബി എന്ന് പറയുന്ന സെറ്റ് ഏതാണ്? 1 5 9 11 15 19. കേട്ടല്ലോ, ഇതാണ് നമ്മുടെ സെറ്റ്. ഒരു ഫങ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ, ശ്രദ്ധിച്ചേ, ഫങ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ 2 കാര്യങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ആ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫസ്റ്റ് സെറ്റിലെ എല്ലാ എലമെൻറ്റുകൾക്കും റിലേഷൻ ഉണ്ടോ നോക്കുക. ആ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫസ്റ്റ് സെറ്റിലെ എല്ലാ എലമെൻറ്റുകൾക്കും റിലേഷൻ വേണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരു എലമെൻറ്റേ കാണാവുള്ളൂ. എന്താണ്? ഒരു റിലേഷനെ കാണാവുള്ളൂ, അല്ലെങ്കിൽ സിംഗിൾ റിലേഷനെ കാണാവുള്ളൂ. എല്ലാവർക്കും റിലേഷൻ വേണം, സിംഗിൾ റിലേഷൻ. എല്ലാവർക്കും റിലേഷൻ വേണം, സിംഗിൾ റിലേഷൻ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഓൾ വൺ എന്ന് പഠിക്കാം എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാവർക്കും വേണം, ഒരെണ്ണേ കാണാവുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുക, ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് 1 2 3 4 ആണ്. അവർക്ക് എല്ലാവർക്കും ഉണ്ടോ എന്ന് നോക്കുക. അതെ, 1നുണ്ട്, 2നുണ്ട്, 3നുണ്ട്, 4നുണ്ട്, 2നുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഇനി ഇവിടെ നോക്കേണ്ടത് എല്ലാവർക്കും ഒരെണ്ണമാണെന്നാണ്. ഇതേ നോക്കിയാൽ 1ന് ഒരെണ്ണമുള്ളൂ, 2ന് 3ന് 4ന് ഇതേ 2 പിന്നെയും വന്നു. അവൻ പ്രശ്നക്കാരനാണ്. എടാ 2ന് 2 റിലേഷൻ ഇല്ലേ? അങ്ങനെ വരരുത്, ഒരെണ്ണം പാടുള്ളൂ. ഒരെണ്ണം പാടിയാൽ അതെന്താണ്, ഫങ്ഷനാണ്. അപ്പോൾ ഇവിടെ പാടിയില്ല, അപ്പോൾ എന്താണ്, റിലേഷനാണ്. അപ്പോൾ അതെന്താ കാര്യം, എഫ് ഈസ് നോട്ട് എ ഫങ്ഷൻ. കാര്യം എന്താടാ, 2 ഹാസ് 2 റിലേഷൻസ് അല്ലെങ്കിൽ 2 ഇമേജസ് എന്നെഴുതിക്കോളാം. 2ന് 2 പേരുണ്ട്. അപ്പോൾ ഫങ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എല്ലാവർക്കും ഉണ്ടോ എന്ന് നോക്കുക, ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ഉണ്ടോ എന്ന് നോക്കുക. എല്ലാവർക്കും ഉണ്ട്, ഒരെണ്ണം മാത്രമേ ഉള്ളെങ്കിൽ ഫങ്ഷൻ, ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ ഫങ്ഷൻ അല്ല. അതാണ് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്തത്. കേട്ടല്ലോ. ഇനി വളരെ സിമ്പിളായിട്ട് നമ്മൾ കുറേ ഗ്രാഫുകൾ പഠിച്ചിട്ടുണ്ട്, അല്ലേടാ? കുറേ ഗ്രാഫുകൾ പഠിച്ചിട്ടുണ്ട്. മോഡ് എക്സ്, എക്സ് സ്ക്വയർ എന്നൊക്കെ പറഞ്ഞ് കുറേ ഗ്രാഫുകൾ പഠിച്ചിട്ടുണ്ട്. ഈ ഗ്രാഫുകളിൽ നിന്നൊരു ചോദ്യം ഉണ്ടാകും. ഗ്രാഫുകൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് പഠിച്ചിട്ടുള്ള ഗ്രാഫുകളൊക്കെ നമ്മളൊന്ന് ബൈഹാർട്ട് ചെയ്യണം. ഏതായിരുന്നു? നമ്മൾ ആദ്യം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഉണ്ടായിരുന്നു. ഇത് ഇങ്ങനെ പോകുന്ന ഗ്രാഫ്. പിന്നെ ഏതായിരുന്നടാ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഉണ്ടായിരുന്നു. ഇത് ഇങ്ങനെ പോകുന്ന ഗ്രാഫ്. പിന്നെ ഏതായിരുന്നു? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സിൻ്റെ ഗ്രാഫ്. അതാണ് അവർ വരയ്ക്കാൻ ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയായിരുന്നു ആ ഗ്രാഫ്? ഇതായിരുന്നു ഗ്രാഫ്. അടുത്തത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്നൊരു ഗ്രാഫ് ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ആ ഗ്രാഫ്? ഇങ്ങനെ വളഞ്ഞു വരും. അടുത്തത്
നോക്കിക്കോ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ആ ഗ്രാഫ്? ഇത് ഇങ്ങനെ വരും. അടുത്തത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x ഉണ്ടായിരുന്നു. അതെങ്ങനെയായിരുന്നു? ഈ അസിംഡോട്ടുകൾ വരും, 1/x. പിന്നെ ഏതായിരുന്നു? പിന്നെ മറ്റേ നമ്മുടെ സൈനം ഫംഗ്ഷൻ. എങ്ങനെയായിരുന്നു സൈനം ഫംഗ്ഷൻ്റെ ഗ്രാഫ്? ഇവിടെ 1ലും -1ലും ഇങ്ങനെ പോകും. പിന്നെ എന്തായിരുന്നടാ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മറ്റേ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ. എങ്ങനെയായിരുന്നു? മറ്റേ തീപ്പെട്ടിക്കൊള്ളികൾ പോകുന്ന പോലത്തെ സാധനങ്ങൾ, ഇങ്ങനെ 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 ഇങ്ങനെയുള്ള ഫംഗ്ഷനില്ലേ? ഇത്രയും ഫംഗ്ഷനുകളുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ ചോദിക്കും, കേട്ടല്ലോ. അപ്പോൾ ഇത്രയും ഫംഗ്ഷനുകളുടെ പേരും അതിൻ്റെ ഗ്രാഫും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. വളരെ സിമ്പിൾ അല്ലേ? ഇനി ഇതല്ലാതെ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ ചോദിക്കും അവർ. അപ്പോൾ അത് എങ്ങനെ ചെയ്യും? നോക്കിയോ, ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് വൺ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ മാറ്റി y ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് വൺ എന്നാക്കിക്കോളണം. y ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് വൺ, അത്രേ ഉള്ളൂ. എഫ് ഓഫ് എക്സ് മാറ്റി y ആക്കുക. എന്നിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളൊരു കോളം വരയ്ക്കുക. ശ്രദ്ധിച്ചോ, ആദ്യം എക്സ് എന്നും രണ്ടാമത് y എന്നും കൊടുക്കുക. ഇവിടെ വേറൊരു പ്രശ്നമുണ്ടല്ലോ, ഞാൻ ഇവിടെ എഴുതി തിരിഞ്ഞു പോയില്ല. എന്താണ്? മോഡ് എക്സ് പ്ലസ് വൺ ആണ്. അപ്പോൾ ശ്രദ്ധിച്ചോ, ഞാൻ ആദ്യം എക്സിന് 0 കൊടുക്കുവാണ്. അതായത് y ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് വൺ ആണ്. ഞാൻ ആദ്യം എക്സിന് 0 കൊടുക്കുവാണ്. അപ്പോൾ 0, y ഈക്വൽ ടു 0 പ്ലസ് 1 എന്ന് വരും. ആൻസർ എന്ത് കിട്ടി? 1 കിട്ടി. ഇനി ഞാൻ അടുത്തത് എക്സിന് 1 കൊടുക്കുവാണ്. എക്സിന് 1 കൊടുക്കുമ്പോൾ എന്ത് വരും? y ഈക്വൽ ടു, ഇവിടെ 1 ആവും, 1 പ്ലസ് 1 ആൻസർ എന്ത് വരും? 2 വരും. ഞാൻ എക്സിന് 2 കൊടുക്കുവാണ്, 2. അപ്പോൾ y എത്ര വരും? ഇവിടെ അത് നോക്കിയോ, മോഡ് 2 എന്ന് പറയുമ്പോൾ 2 വരും. 2 പ്ലസ് 1 എത്ര വന്നു? 3 വന്നു. ഇവിടെ 3 എഴുതി. ഇനി ഞാനിവിടെ എന്ത് കൊടുക്കുവാണ്? ഞാൻ -1 കൊടുക്കുവാണ്. -1 കൊടുക്കുമ്പോൾ -1 y ഈക്വൽ ടു, ഇവിടെ -1 മോഡുലസിൻ്റെ പുറത്താകുമ്പോൾ 1 ആവും. 1 പ്ലസ് 1 എത്ര വരും? 2 തന്നെ വരും. ഒരെണ്ണം കൂടി, y ഈക്വൽ ടു, ഞാൻ എക്സിന് -2 കൊടുക്കുവാണ്. -2 കൊടുക്കുമ്പോൾ ഇത് 2 ആവും. 2 പ്ലസ് 1 എത്രയാണ്? 3 ആണ്. 3 എഴുതി, കേട്ടല്ലോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് കുറേ വാല്യൂസ് കിട്ടി. ഈ വാല്യൂസ് ഒക്കെ ഇത് ഇങ്ങനെ പോയിന്റ് ആക്കി എഴുതുക. അതായത് 0 1 താഴത്തേക്ക്, 0 1, പിന്നെ ഏതാടാ? 1 2, പിന്നെ ഏതാടാ? 2 3, പിന്നെ ഏതാടാ? -1 2, പിന്നെ ഏതാടാ? -2 3. ഇങ്ങനെ എഴുതുക. എന്നിട്ട് ഇതങ്ങോട്ട് പ്ലോട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഗ്രാഫ് കിട്ടും. ദേ ശ്രദ്ധിച്ചോ, ഞാൻ ഒരെണ്ണം പ്ലോട്ട് ചെയ്ത് കാണിച്ചു തരാം. ശ്രദ്ധിച്ചോ, ആദ്യം എക്സ് ആക്സിസ് വരയ്ക്കാം. 1 2 3 4, -1 -2 -3 -4, -1 -2 -3 -4, 1 2 3 4. ഇനി നമുക്ക് ഓരോ പോയിന്റുകൾ മാർക്ക് ചെയ്യാം. 0 1 എന്ന് പറഞ്ഞാൽ എക്സിൽ 0 വൈക്ക് 1, ഇതല്ലേ പോയിന്റ്? മാർക്ക് ചെയ്തു. അടുത്തത് 1 2, അതായത് എക്സിൽ 1 വൈയിൽ 2, ഇവിടെ വരൂല്ലേ? മാർക്ക് ചെയ്തു. അടുത്തത് 2 3, എക്സിൽ 2 വൈയിൽ 3, ഇവിടെ വരൂല്ലേ? വന്നു. അടുത്തത് -1 2, എക്സിൽ -1 വൈയിൽ 2, ഇവിടെ വരൂല്ലേ? ഇവിടെ അല്ലല്ലോ. എക്സിൽ -1 വൈയിൽ 2, ഇവിടെ വരൂല്ലേ? വന്നു. അടുത്തത് -2 3, -2 വൈയിൽ 3, ഇവിടെ വരൂല്ലേ? എടാ ഇനി ഇത് ജോയിൻ ചെയ്തോ. ഇങ്ങനെ കിട്ടിയില്ലേ ഗ്രാഫ്? ഇതാണ് നമ്മളുടെ ഗ്രാഫ്, കേട്ടല്ലോ. വി പോലെ 1ൽ കുത്തിപ്പോകണം, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഗ്രാഫ് വരയ്ക്കാൻ ഒരു ചോദ്യം ഉണ്ടാവും. അതും കൃത്യമായിട്ട് ചെയ്യണം. അടുത്ത മോഡൽ ക്വസ്റ്റ്യനുകൾ ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങളാണ്. പക്ഷേ ആ ചോദ്യങ്ങൾ ഡൊമൈൻ റേഞ്ച് മാത്രമായിരിക്കും. ഇങ്ങനെ ഫംഗ്ഷൻ ഒന്നെങ്കിൽ ഇങ്ങനെ തരാം, അല്ലെങ്കിൽ ഇങ്ങനെ റൂട്ട് ഇട്ട് തരാം. ഈ 2 രീതിയിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ഈ 2 രീതിയിലുള്ള ചോദ്യങ്ങളും നമുക്ക് ചെയ്യാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, ആദ്യത്തെ മോഡൽ നോക്കിയേ, x+2/x - 2. അതായത് മുകളിലും താഴെയും ഫംഗ്ഷൻ വരുന്നു. അതായത് മുകളിലും താഴെയും മേളിലും താഴെയായിട്ട് ഫംഗ്ഷൻ വരുന്നു. ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഈ ഒരു ഫംഗ്ഷനെ നമ്മൾ എക്സിന് പകരം നമ്മളൊരു വാല്യൂ ഇട്ട് കൊടുക്കുവാണ്. ഞാനിപ്പോൾ 5 ഇട്ട് കൊടുത്തെന്ന് വിചാരിച്ചു. 5 ഞാൻ ഇട്ട് കൊടുത്തു. എക്സിന് പകരം 5 ഇട്ട് കൊടുത്തു. 5 ഇട്ട് കൊടുത്തപ്പോൾ മേളിൽ എന്ത് വന്നടാ? 5 + 2 എന്ന് മേളിൽ വന്നു.
ബൈ താഴെ എന്ത് വന്നു 5 - 2 എന്ന് വന്നു. അതായത് 7/3 എന്നല്ലേ കിട്ടിയത്. അതായത് 5 ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടിയടാ 7/3 എന്ന് കിട്ടി. ഈ ഇട്ട് കൊടുക്കുന്ന നമ്പറുകളെയാണ് നമ്മൾ ഡൊമൈൻസ് എന്ന് പറയുന്നത്. ഉത്തരം കിട്ടുന്ന സാധനത്തിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത്. അതൊന്നും ഓർത്തിരുന്നോളൂ. നമ്മൾ ഇട്ട് കൊടുക്കുന്ന നമ്പറാണ് ഡൊമൈൻ, ഉത്തരം കിട്ടുന്ന സാധനമാണ് റേഞ്ച്. കേട്ടല്ലോ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മളോട് ഇതിൻ്റെ ഡൊമൈൻ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കിവിടെ ഏതൊക്കെ നമ്പറുകൾ ഇട്ട് കൊടുക്കാൻ പറ്റുമെന്നാണ് നോക്കേണ്ടത്. ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഡിനോമിനേറ്റർ താഴെയും മേളിലുമായിട്ടാണ് ഫംഗ്ഷൻ വരുന്നതെങ്കിൽ താഴെ ഒരിക്കലും 0 ആവരുത്. അത് മാത്രം ആലോചിച്ചാൽ മതി. താഴെ ഒരിക്കലും 0 ആവരുത്. ഇവിടെ താഴെ 0 ആവുന്നത് എപ്പോഴാണ്? എക്സിന് പകരം ഏത് വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴാണ് 0 ആവുന്നത്? എടാ 2 ഇട്ട് കൊടുത്താൽ 0 ആവില്ലേ? നിങ്ങൾ മേളിൽ നോക്കണ്ട, താഴെ നോക്കിയാൽ മതി. എക്സിന് പകരം 2 ഇട്ട് കൊടുക്കുമ്പോൾ 2 - 2 0 ആയി പോകില്ലേ? അപ്പോൾ ഡൊമൈനിൽ നമ്മൾ ഒരിക്കലും താഴെ 0 വരുത്തരുത്. അതായത് ടോട്ടൽ റിയൽ നമ്പേഴ്സിൽ നിന്നും ആ താഴെ 0 ആവുന്ന നമ്പർ അങ്ങോട്ട് കുറച്ച് കളയണം ഡൊമൈൻ. കേട്ടല്ലോ. റേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, റേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉത്തരമായി കിട്ടുന്ന നമ്പറുകളാണ്. ഒന്ന് നമുക്ക് ഇവിടുന്ന് നോക്കിയെടുക്കാം. ഇനി നിങ്ങൾക്കിങ്ങനെ നോക്കി എഴുതാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഈ ഫംഗ്ഷനെ y = എന്നും പറഞ്ഞ് എഴുതുക. അപ്പോൾ y = എന്ത് കിട്ടിയടാ? x+2/x - 2 എന്ന് കിട്ടി. എന്നിട്ട് ഈ ഫംഗ്ഷനെ x = എന്ന് പറഞ്ഞ് മാറ്റി എഴുതണം. അപ്പോൾ എന്ത് വരും? ഈ x - 2 ഇപ്പുറത്തേക്ക് വരുമ്പോൾ y × x - 2 ആവും. കാര്യം x - 2 ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുകയല്ലേ, ഇപ്പുറത്തുകൊണ്ട് ഇൻറ്റു ചെയ്തു. അപ്പോൾ x+2. എന്നിട്ട് ഞാൻ ഈ y ഉള്ളിലേക്ക് കൊടുക്കുവാണ് രണ്ടിൻ്റെയും. y × x ചെയ്യുമ്പോൾ xy -2 × y ചെയ്യുമ്പോൾ 2y = x+2. എന്നിട്ട് ഈ എക്സുകളെല്ലാം ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരിക. ഇവിടെ ഒരു xy ഉണ്ട്, ഈ x ഇപ്പുറത്തേക്ക് വരുമ്പോൾ -x = അപ്പുറത്തൊരു 2 ഉണ്ട്, ഈ -2y അപ്പുറത്തേക്ക് പോകുമ്പോൾ +2y. ഇവിടുന്ന് x കോമൺ എടുക്കടാ. xyയിൽ നിന്ന് x കോമൺ എടുക്കുമ്പോൾ y, -xൽ നിന്ന് x കോമൺ എടുക്കുമ്പോൾ 1 = 2 + 2y. ഇനി ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടുന്ന് x = എന്നും പറഞ്ഞ് ഞാൻ എഴുതുവാണ്. ഈ സാധനം ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യണം. 2 + 2y/y - 1. റേഞ്ച് കണ്ടുപിടിക്കാൻ നമ്മൾ ഇതിനെ x = എന്ന് പറഞ്ഞ് മാറ്റി എഴുതിയാൽ മതി. ഇവിടെയും നോക്കിയോ, മേളിലും താഴെയുള്ളൊരു ഫംഗ്ഷൻ വന്നു. താഴെ എന്താവരുതെന്നാണ് പറഞ്ഞത്? 0 ആവരുത്. അപ്പോൾ റേഞ്ച് നമ്മൾ പഴയതുപോലെ എഴുതണം. r- സെറ്റ് എന്ത് വരരുത്? 1 ആയാൽ 0 ആവും. ആ 1 എടുത്ത് അങ്ങോട്ട് മാറ്റിക്കോളണം. അപ്പോൾ ഡൊമൈൻ എഴുതേണ്ടത് അതിൽ തന്നെ നോക്കി പറയാം. റേഞ്ച് എഴുതേണ്ടത് y = എന്നും പറഞ്ഞ് എഴുതിക്കോളണം. എന്നിട്ട് അതിനെ x = എന്ന് പറഞ്ഞ് മാറ്റി എഴുതണം. ഇത്ര ഉള്ളടാ. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇങ്ങനെ റൂട്ടിലൊരു ക്വസ്റ്റ്യൻ വരും. റൂട്ട് വന്നു കഴിഞ്ഞാൽ ഡൊമൈൻ എഴുതേണ്ടത് ശ്രദ്ധിച്ചോളണം. ഡൊമൈൻ എഴുതേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞു, മേളിലും താഴെയും ഫംഗ്ഷൻ വന്നാൽ താഴെ 0 ആവരുത് എന്നാണ് പറഞ്ഞത്. റൂട്ട് വന്നാൽ റൂട്ടിൽ നെഗറ്റീവ് വരരുത്. റൂട്ടിൽ എന്ത് വരരുത്? നെഗറ്റീവ് വരരുത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ശ്രദ്ധിച്ചോളണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ x² ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് 0 ആവും. x² എക്സിന് ഏത് വാല്യൂ കൊടുത്താൽ റൂട്ടിൻ്റെ അകത്ത് 0 ആവൂടാ. 3ഉം -3ഉം കൊടുത്താൽ 0 ആവൂലേ? നോക്കൂ, എക്സിന് പകരം 3 കൊടുത്തു, അപ്പോൾ 3² 9, 9 - 9 എന്തായി പോവും? 0 ആയി പോവും. എക്സിന് പകരം -3 കൊടുത്താലോ? -3 കൊടുത്താലും എന്താണ്? -3യുടെ സ്ക്വയർ 9 ആണ്. 9 - 9 0 ആയി പോവും. ഈ 0 ആവുന്ന പോയിന്റുകൾ കണ്ടുപിടിക്കുക. വേറെ നോക്കി കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക്. എന്നിട്ട് ആ 0 ആവുന്ന പോയിന്റുകൾ നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യുക. ഏതൊക്കെയുണ്ടാ? -3 ഉണ്ട്, 3 ഉണ്ട്. കേട്ടല്ലോ, -3 ഉണ്ട്, 3 ഉണ്ട്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 3 കഴിഞ്ഞ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? f of x = √9 - x². ഈ 3 കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു നമ്പർ എടുക്കുക. 4 എടുക്കാമല്ലോ, അപ്പുറ സൈഡുള്ള ഒരു നമ്പർ 4ഓ 5ഓ 6ഓ 7ഓ ഇഷ്ടമുള്ള എടുക്കുക. അത് കൊണ്ടുവന്ന് എക്സിന് പകരം ഇട്ട് കൊടുക്കുക. എക്സിന് പകരം ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരുവാടാ? നോക്കിയോ, റൂട്ടിൻ്റെ അകത്ത് 9 - 4², അതായത് റൂട്ടിൻ്റെ അകത്ത് 9 - 16, അതായത് റൂട്ടിൻ്റെ അകത്ത് -7 എന്ന് വരും അല്ലേ? അപ്പോൾ ഈ ഭാഗത്തുള്ള ഏത് നമ്പർ എടുത്താലും റൂട്ടിൻ്റെ അകത്ത് നെഗറ്റീവ് വന്നു. അടുത്തത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള ഏതെങ്കിലും നമ്പർ എടുക്കുക. 2 എടുക്കാം, 1 എടുക്കാം, -1 എടുക്കാം, 0 ഒക്കെ എടുക്കാം. 0 എടുക്കാമല്ലോ. അപ്പോൾ നോക്ക്, റൂട്ടിൻ്റെ അകത്ത് 9 - 0². അപ്പോൾ റൂട്ടിൻ്റെ അകത്ത് 9 - 0, റൂട്ടിൻ്റെ അകത്ത് 9, അതായത് പോസിറ്റീവ് കിട്ടിയല്ലോ. ഈ ഭാഗത്ത് പോസിറ്റീവാണ്.
ഓക്കെ, ഇനി ഇപ്പുറ സൈഡിലുള്ള ഏതെങ്കിലും ഒരു നമ്പർ എടുത്തേ, -4 എടുക്കാമല്ല. അപ്പോൾ നോക്കൂ, 9 - -4ൻ്റെ സ്ക്വയർ. അപ്പോൾ റൂട്ടിൻ്റെ അകത്ത് 9 - 16, റൂട്ടിൻ്റെ അകത്ത് -7. വീണ്ടും എന്ത് വന്നടാ? നെഗറ്റീവ് വന്നു. നമ്മൾ പറഞ്ഞു നമുക്ക് പോസിറ്റീവ് സ്ഥലങ്ങൾ മാത്രം മതി. എന്താണ്? പോസിറ്റീവ് സ്ഥലങ്ങൾ മാത്രം മതി. പോസിറ്റീവ് ഏതാടാ? ഈ ഭാഗമല്ലേ, ഈ ഭാഗമല്ലേ, ഈ ഭാഗമാണ് ഡൊമെയിൻ. അപ്പോൾ ആ ഡൊമെയിൻ എടുത്ത് എഴുതുക. എന്താണ്? -3 മുതൽ 3 വരെ. -3 ആയ കുഴപ്പമുണ്ടോ? ഇല്ല. 0 വന്നാൽ കുഴപ്പമില്ല, 3 വന്നാലും കുഴപ്പമില്ല. ഇനി റേഞ്ച് എഴുതേണ്ടത് ശ്രദ്ധിച്ചേ, റേഞ്ച് എഴുതേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമുക്ക് -3 ഇട്ട് കൊടുത്താൽ, ശ്രദ്ധിച്ചേടാ, -3 ഇട്ട് കൊടുത്താൽ ആൻസർ എത്രയാണ് വരുന്നത്? 0 ആണ് വരുന്നത്. 3 ഇട്ട് കൊടുത്താൽ ആൻസർ എത്രയാണ് വരുന്നത്? 0 ആണ് വരുന്നത്. നമുക്കപ്പോൾ ഏറ്റവും മിനിമം വാല്യൂ കിട്ടുന്നത് 0 ആണ്. കേട്ടല്ലോ. ഇനി ഏറ്റവും മാക്സിമം വാല്യൂ കിട്ടുന്നത് എവിടെയാണ്? എക്സിന് വരെ 0 ഇട്ട് കൊടുക്കുമ്പോഴാണ്. എത്രയാണ്? 3 വരുന്നുണ്ട്. അതായത് 0 മുതൽ 3 വരെ നമുക്ക് വാല്യൂ വരുന്നുള്ളൂ. അപ്പോൾ എന്തെഴുതി? നമുക്ക് 0 മുതൽ 3 വരെയും വാല്യൂ വരുന്നുണ്ട്. അല്ലെങ്കിൽ പോസിറ്റീവ് നമ്പേഴ്സ് എന്നും പറഞ്ഞ് വേണമെങ്കിൽ കൊടുക്കാം. കേട്ടല്ലോ. അപ്പോൾ ഡൊമൈനാണ് മിക്കപ്പോഴും ചോദിക്കേണ്ടത്. ഇതാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. ഇത്രയും ക്വസ്റ്റ്യനുകൾ ചോദിക്കും. ഈ അവസാനത്തെ 2 ക്വസ്റ്റ്യനുകൾ ഇത്തിരി എക്സാം ടഫായാൽ മാത്രം വരുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക, കൃത്യമായിട്ട് എഴുതുക.